ഹായ്, വെൽക്കം ടു മൈ ചാനൽ കലവറ. നമ്മളിന്ന് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ചക്ക കൊണ്ടാണ്. അപ്പോൾ ചക്കൻ്റെ ഇതൊക്കെ എല്ലായിടത്തും കഴിഞ്ഞേക്കൂലേ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ പഴുത്ത ചക്ക കാറ്റ് കിടക്കാതെ നല്ലൊരു സിപ്ലോ കവറിലാക്കിങ്ങാണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഞാറ്റുവേലക്ക് ചക്ക കൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ എനിക്കായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം, നുറുക്ക്, അതേപോലെ ചക്ക കേക്കൊക്കെ കൊണ്ടുപോയിരുന്നേ. അപ്പോൾ അത് കഴിച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊതുവെ ഉണ്ണിയപ്പം ഇഷ്ടമല്ലാത്തതിന് എനിക്കൊക്കെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ചക്കയൊക്കെ ഞാൻ തണുപ്പ് വിട്ടിട്ട് അത് ക്ലീൻ ചെയ്ത് കുരും ഇതൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടോ. ഇത് രാവിലെ 4 മണിക്കാണ് ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ചക്ക തണുപ്പ് വിട്ടില്ല. തണുത്ത സാധനം കൊണ്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം മൂടി വെച്ച് പോയിട്ട് പിന്നെ 4 മണിക്ക് എണീറ്റ് വന്നിട്ടാണ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ ചക്കയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അത് നമ്മൾ ഫ്രീസ് ചെയ്ത പഴുത്ത ചക്ക പുറത്തെടുത്ത് തണുപ്പ് വിട്ടാൽ ചെറിയൊരു വെള്ളം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട്, എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് പൊടികൾ ഒന്ന് മിക്സാക്കിയാണ്ട് മിക്സിയിലും അരച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ 2 പോലെ ഉണ്ടാക്കി, മിക്സിയിൽ അരച്ചും അരക്കാതെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കൊന്നും കൂടി ഒരു ഫൈനായിട്ട് തോന്നിയത് മിക്സിയിൽ അരക്കാതെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ 1 കപ്പ് റവയാണ് ഇട്ടത് കേട്ടോ. അപ്പം ഞാൻ ശർക്കര ഉരുക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാനിങ്ങനെ ഉരുക്കി വെക്കലുണ്ട്, അതും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കാൻ വെച്ചു. പിന്നെ പൊട്ടിച്ച ശർക്കര ഉണ്ടായിരുന്നു അതിൻ്റെ പൊടി, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉരുക്കാൻ വെച്ച് പിന്നെ ഇതിലേക്ക് മൈദ 1 കപ്പ് കേട്ടോ. അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നീട് ഇട്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അത് നമ്മൾ ഇതിന് പിന്നെ ചക്കയിലുള്ള വെള്ളം വലിയണം, അതേപോലെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി അരിച്ചൊഴിക്കണം. അപ്പോൾ അത് മധുരം പാകമായിട്ട് അതിൻ്റെ ലൂസ് എത്ര ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് അരിപ്പൊടി എത്ര നിച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് മറന്നു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയിട്ട് മിക്സിയിൽ ഈ സമയത്ത് വേണമെങ്കിൽ അരക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് എനിക്കൊന്നും കൂടി എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു കട്ടിയുള്ള കയ്യിലും വിസ്കും ഉപയോഗിച്ചിട്ടാണ് മിക്സാക്കിയത് കേട്ടോ. അപ്പോൾ മധുരമില്ലേ നോക്കുക, അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിക്കുക. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും അരിപ്പൊടി മാത്രം ഉണ്ട് കേട്ടോ. റവയും മൈദയും അത്ര മതി, ബാക്കി നമ്മൾ അരിപ്പൊടി മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഏതായാലും അതങ്ങനെ നമ്മൾ മൂടി വെച്ചു കേട്ടോ. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ എടുത്തു വെച്ചാൽ അത്ര നല്ല. എനിക്ക് ഒരു 1.5 മണിക്കൂർ എനിക്ക് കിട്ടിയത്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് നല്ലോണം കുറുകി പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം ചേർക്കരുത്. ഒരു ഇളം ചൂടുവെള്ളം, അത് നമ്മൾ കുറുക്കത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുറത്താണ് തീ പിടിപ്പിച്ചത്, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് 7:45 ഇത് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാണ്ട്. ഉണ്ണിയപ്പം മാത്രമല്ല, ഒരു കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഇത് നമ്മൾ അരിപ്പൊടി കൊണ്ട് അരി അരച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അത്രക്കൊന്നും സമയം വേവാനില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് എല്ലാ കുഴിയിലേക്കും ഉണ്ണിയപ്പം ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. 1 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോഴത്തേന് തന്നെ ഇത് ഒരു സൈഡ് ആവും. അപ്പം ഒരു സൈഡ് ആയാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ എടുക്കാനാവും കേട്ടോ. കണ്ടോ, ഒരുപാട് കറുത്ത് പോകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഉള്ളും പുറമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എണ്ണ നമ്മൾ അധികമൊന്നും ഇത് കുടിക്കില്ല. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ ഒഴിച്ച് വാങ്ങി നമ്മൾ അടുത്തത് ഒഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. നമ്മൾ ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പികളാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലെന്തോ ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൽ.
അതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലുള്ള റെസിപ്പി തന്നെ, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡിയായി.